الباهلي رضي الله عنه قال മഹാനവറുകൾ ചൊല്ലു സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നതായിട്ട് കേട്ട് യഖ്തുബു ഫി ഹജ്ജത്തുൽ വദാ ഹജ്ജത്തുൽ വദായുടെ സന്ദർഭത്തിൽ ആ ഹജ്ജത്തുൽ വദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തിയാക്കിയോ അവിടെ എല്ലാ മുസ്ലിം സമുദായത്തും ഉമ്മത്തിങ്ങൾ എല്ലാ മനുഷ്യന്മാരെയും വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു ആ ചൊന്ന ജാഗി ഞങ്ങളെ ഇബ്രാഹിം ഹാജി കണ്ടുവന്ന് ജാഗിയായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആ ജാഗിക്ക് പോയി എത്തവും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഹജ്ജത്തുൽ വദാഇൽ കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഇത്തഖുല്ലാഹ വസല്ലു ഖംസകും നിങ്ങളെല്ലാവരും നിസ്കാരം നിലനിർത്തണോ നിങ്ങൾ ആരും നിസ്കാരം ഉണർവുതീരാ. അതേപോലെ അള്ളാഹുവിനെ നിങ്ങൾ എന്താകണോ പേടിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണോ, ഇഖ്ലാസോടുകൂടെ തഖ്വ അള്ളാഹുവിന്റെ ചിന്ത എപ്പോഴും നിങ്ങളുടെ ഖൽബിൽ വരും. റബ്ബുവായ അള്ളാഹു മാത്രമേ ആരാധിക്കുക, അള്ളാഹ് മാത്രമേ ഉള്ള ചിന്ത തഖ്വയോടുകൂടെ അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കണോ. അതേപോലെ നിസ്കാരം നിങ്ങൾ ഒരിക്കലും കൈമുടങ്ങു തീരാ, ജമാഅത്തായിട്ട് നിസ്കരിക്കണമെങ്കിൽ എല്ലാവരും നിങ്ങൾ ശ്രമിക്കണം. അതേപോലെ വസൂമു ശഹറക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു നിങ്ങൾ കണ്ടായാക്കിയ പരിശുദ്ധ റമദാനിന്റെ നോമ്പ് അത് നിങ്ങൾ ഒരിക്കലും മുടങ്ങു തീരാ. ആ നോമ്പ് നിങ്ങൾ എല്ലാവരും പിടിക്കണം. വഅത്തു സകാത്ത അംവാലിക്കും അതേപോലെ നിങ്ങളുടെ മുതലെടുത്ത് സകാത്തുണ്ടല്ലേ അത് അതിന്റെ അവകാശങ്ങൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ. ഇതേപോലെ നാലക്കര മുഹറം 10 നോമ്പ് വന്നിട്ടുണ്ടോ. അപ്പൊ എല്ലാവരും ആ സുന്നത്തായ നോമ്പ് പിടിക്കണു. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ നിങ്ങൾ ഉമറാക്കൽ എന്താക്കണം, ബഹുമാനിക്കണം, ഭയപ്പെടണം. അതായത് പള്ളിയിലെ ഖത്തീബ് ഉസ്താദിനെയും അതേപോലെ റായത്തിലെ ഖാദിയാനെയും അതേപോലെ ബാപ്പ ഉമ്മനെയും അതേപോലെ ഭരണാധികാരികളെ ഞങ്ങൾ എന്താക്കണോ അനുസരിക്കണോ. അതേപോലെ തദ്ഖുലു ജന്നത റബ്ബിക്കും എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് സൃഷ്ടിച്ചു വെച്ച സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രവേശിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ സ്വർഗം കാണുന്നു. ഈ ദുനിയാവിലെ സ്വർഗത്തിന്റെ മജ്ലിസായ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ യഥാർത്ഥ സ്വർഗം കാണാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയതും കേട്ടതും അല്ലാഹു സ്വാലിഹായ അമലുടെ കൂട്ടത്തിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ഖബറിലും നേരം പോക്കാക്കുന്ന ഒരു അമലുടെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തുമാറാവട്ടെ. ഈ ഹദീസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയും ഒരുപാട് തവണ മരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ നമ്മുടെ ബാപ്പമക്കളെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണമല്ലാ. നമ്മുടെ ഭാര്യമക്കൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും റാഹത്തും നൽകണമല്ലാ. നമ്മുടെ ഉപ്പമാർക്കും ഭാര്യമക്കൾക്ക് എല്ലാവർക്കും നീ സ്വർഗം കൊടുത്ത് നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തണമല്ലാ. എല്ലാ ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണമല്ലാ. സിഹറന്മാരെ സിഹറിനെ തൊട്ട് കാക്കണമല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണമല്ലാ. എല്ലാ രോഗങ്ങളെ തൊട്ട് കാക്കണമല്ലാ. അല്ലാഹുവേ പെട്ടെന്നുള്ള മരണം അല്ലാഹുവേ ഖൈറായ മരണം നമുക്ക് നൽകണമല്ലാ. മോശമായ മരണം നമുക്ക് ആർക്കും നൽകരുത് റബ്ബേ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على